പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ പരിപാടി അത്യാവശ്യം രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെറുക്കനുമായിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. വേറെ എവിടെയല്ല, നമ്മുടെ കാറും കാര്യങ്ങളെല്ലാം ചെറിയൊരു വർക്ക് പരിപാടിയൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയായിരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളത് വണ്ടി വർക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ സെല്ല് ചെയ്യുവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്നും മറിഞ്ഞായിരുന്നു. ഓക്കെ, ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ ഇടയ്ക്ക്. സോ ഞാൻ നമ്മുടെ ഫ്രണ്ട് കൊണ്ടുപോയ ടൈമാണ് ആക്സിഡൻ്റ് ആയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം പണിതിട്ട് വിൽക്കുവാണ്. അങ്ങനത്തെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ മാറിയ സമയത്ത് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ഇനിയിപ്പോൾ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ടാണ്. ഓക്കെ, നമ്മൾ വണ്ടി എടുത്ത സ്ഥലത്ത് തന്നെയാണ് പണിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പോയി വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി എല്ലാം പക്കയാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ വണ്ടിയും കാര്യങ്ങളെല്ലാം സെല്ല് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ട്രാവലറിൽ വെച്ചിലക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വേറെ ഒന്നുമല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വണ്ടിയിൽ, വേറെ ആരും ഇല്ല. ഓക്കെ, ഞാനാണെങ്കിൽ ആദ്യം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫോർച്യൂണറിൽ പോകാനിരുന്നത്. ബട്ട് അവനാണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവന് വണ്ടിയുടെ കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു ഫാമിലിയിൽ. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടിക്ക് പോവാണ്. വേറെ ഒന്നല്ലേ, വേണമെങ്കിൽ ബസ്സിന് പോകുന്ന കാര്യമുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ വണ്ടിയല്ലേ, ചുമ്മാ വേറെ പരിപാടിയൊന്നുമില്ല, ഓട്ടോ ഇല്ല. അപ്പം ചുമ്മാ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ട് 2 ഫോട്ടോയും എടുക്കാമല്ലോ, അങ്ങനെ ഓർത്തത് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അതെ, നമ്മൾ ഏകദേശം ഗ്യാരേജ് എത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമ്മൾ നമ്മുടെ കാറ് നമ്മുടെ മഞ്ഞ വണ്ടി ഇവിടുന്ന് തന്നെയാണ് എടുത്തത്. ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പിൽ നിന്നാണ് എടുത്തത്. അപ്പം അവിടെ തന്നെ അതിൻ്റെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ തന്നെയാണ് വണ്ടി പണിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെ വണ്ടി അവിടെ അകത്ത് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ ചെറുക്കനെ കൊണ്ട് സേഫായിട്ടൊന്ന് ഒതുക്കിയിടാം. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ആർക്കും പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മുടെ വാൾട്ടറിനെ ഇവിടെ കൊണ്ട് തളച്ചിട്ടുണ്ട്. ഓക്കെ, വലിയ സീനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതായത് നമ്മൾ നേരെ ഗ്യാരേജിൽ പോകണം. അപ്പം ഗ്യാരേജിൽ കയറി അവിടെ അത്യാവശ്യം ചെറിയ രീതിക്ക് മഴയും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ ഇവിടെ അകത്ത് നല്ല സെറ്റപ്പായിട്ട് ഇവിടെ പണിയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ പണിയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് ഫ്രണ്ട് ഇത് ബോണിട്ട് പൊക്കി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം ഒന്ന് അടിച്ച് ഒരു റൗണ്ട് ചുമ്മാ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ചെറിയ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ബ്രേക്കിൻ്റെ ചെറിയൊരു മിസ്സിങ് വന്നു, ചെറിയ ഒരു ബ്രേക്കിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ. സോ അപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം തിരിച്ച്, വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ സോ അതും കൂടെ നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം സെല്ല് ചെയ്യാൻ പോകാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ വൈപ്പർ വർക്കിംഗ് ആണ്, ബട്ട് എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ അതിലും കാണിക്കുന്നുണ്ട്. സോ ഈ 3 പ്രശ്നം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഗ്യാരേജിൽ വണ്ടിയും കാര്യങ്ങളെല്ലാം കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പണി തീർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുറത്ത് നല്ല മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടയർ എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം ഒന്ന് എയർ അടിച്ച് ഫില്ല് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വർക്കൊക്കെ ഏകദേശം കഴിയുവാണ്. അപ്പോൾ അവിടുത്തെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഇടണം. എന്നിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് നമ്മുടെ ട്രാവലറും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, പെട്ടെന്നൊരു മഴയും പിന്നെ പെട്ടെന്ന് വെയിലും, ഒരു സ്ഥിരതയില്ല. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വണ്ടി കാര്യങ്ങൾ ഈ സൈഡിലാണ് നമ്മൾ ഫോർച്യൂണറും കാര്യങ്ങളെല്ലാം കെട്ടി വലിച്ചു കൊണ്ടിട്ടത്. അപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ ഈ ഷോപ്പിൻ്റെ ഓണറിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ ഇവിടെ കൊടുക്കാനായിരുന്നു, ഷോപ്പിൽ കൊടുക്കാനാണ് ഇരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ടടാ, വണ്ടി നേരെ നീ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. സോ അങ്ങനെ നമ്മൾ നേരെ വണ്ടിയായിട്ട് വീട്ടിലോട്ട് പോകണം. ഇതാണ് പുള്ളിയുടെ വീട്. ഇപ്പം ഇവനെ കയറ്റി അകത്ത് ഒതുക്കണം. ഓക്കെ, ഫ്രണ്ട് എടുത്ത് കുറച്ച് ചടങ്ങാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ അവനെ അങ്ങ് ഒതുക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറുക്കനോട് കിടപ്പുണ്ട്. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു വണ്ടിയും കാര്യങ്ങളെല്ലാം ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, നീ വണ്ടി കൊണ്ടുവരും, നമുക്ക് അതൊക്കെ റെഡിയാക്കി എടുക്കാൻ സീനൊന്നുമില്ലെന്ന് പറഞ്ഞു. സോ അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ മഴ കുറയുന്നതനുസരിച്ച് പോകണം. അപ്പോൾ നമ്മളങ്ങ് പോകാനായിട്ട് പുള്ളി നമ്മളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നമ്മുടെ അവിടെ സ്റ്റിക്കർ ചെയ്യാൻ വന്ന സ്നാക്സ് എന്ന് പറഞ്ഞ ടീമിൻ്റെ വണ്ടിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവന്മാർ നേരെ ഇവിടെ പോയതാണ്. ഓക്കെ, എന്തോ ഒരു മാരേജ് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ പിന്നെ എന്നോട് കയറിക്കോളാൻ പറഞ്ഞ് അവിടെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ക്യാബിനിൽ കയറി പാട്ടൊക്കെ വെച്ച് നമ്മൾ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ വിശേഷവും കാര്യങ്ങളെല്ലാം പറയുന്നു. അവരൊരു സെറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള പ്ലാനാണെന്നാണ് പറയുന്നത്. സോ അപ്പോൾ അതിൻ്റെ പരിപാടിയിലൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നൈസായിട്ട് പതുക്കെ സെയിൽ ചെയ്യാനായിട്ടാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോഴത്തേ നമ്മളങ്ങനെ വണ്ടിയിൽ ഇരിക്കുവാണ്. ഈ ക്യാബിൻ ഫുള്ള് വുഡൺ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഓവർ ഇതൊന്നോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഫൈനലി
നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്നെ ഇങ്ങനെ നൈസായിട്ട് അവിടെ ഇറക്കി വിട്ടിട്ട് അവരോട് ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളുടെ അടുത്തോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെഡോണക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്കൊരു സെഡോണൊക്കെ വൈകാതെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഗ്യാരേജിലോട്ട് പോകണം. അപ്പോൾ ഓക്കെ, അപ്പോൾ അവന്മാരോട് ടാറ്റയും ബൈ ബൈയും പറഞ്ഞ് അവർ ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ പോകും. അങ്ങനെ നമ്മൾ നേരെ ഷെഡിൽ കയറുന്നു. അവിടെ മഴയും കാര്യങ്ങളെല്ലാം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കാനുള്ള കാശും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് നൈസായിട്ട് എടുക്കുകയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് ഇപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.